കനത്ത മഴയിൽ കൊല്ലം ജില്ലയിലും നാശനഷ്ടം. പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയിൽ ലോറിക്ക് മുകളിലേക്ക് മരം വീണു. ശാസ്താംകോട്ടയിൽ കട ഇടിഞ്ഞ് ഭൂമിയിലേക്ക് താണു. പത്തനാപുരം മലയോര മേഖലയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി ബന്ധവും തകരാറിലായി. പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയിൽ പത്തനാപുരം അലിമുക്കിലാണ് ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണത്. പ്രദേശത്തെ വൈദ്യുത ബന്ധവും തകർന്നു. അലിമുക്ക് ജംഗ്ഷനിൽ സിമന്റ് ഇറക്കുന്നതിനായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ലോറി. ഫയർഫോഴ്സും നാട്ടുകാരും മണിക്കൂറുകൾ പണിപ്പെട്ടാണ് ആഞ്ഞിൽ മരം വെട്ടിമാറ്റിയത്. ശാസ്താംകോട്ട പള്ളിക്കശ്ശേരി ശ്രീമംഗലത്ത് കൃഷ്ണൻകുട്ടിയുടെ കടകളാണ് ഭൂമിക്കടിയിലേക്ക് ഇടിഞ്ഞു താണത്. കടയിൽ ആളുകളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ഒരു കടയിൽ അയണിയും മറ്റൊരു കടയിൽ ഫർണിച്ചറിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടിരുന്നതാണ്. അത് രാവിലെ നോക്കിയുണ്ട് മഴ 2-3 ദിവസം കൊണ്ട് തോരാകുന്ന മഴയിൽ വെള്ളം ഒരു സൈഡിലോട്ട് നനവൊക്കെ വന്ന് രാവിലെ നോക്കിയിട്ട് ഒരു സൈഡിൽ പൊട്ടലുണ്ടായിരുന്നു ഭിത്തിക്ക്. അപ്പോൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മണ്ണ് കല്ല് പൊഴിഞ്ഞ് വീഴുന്ന കണ്ടതും അതും പ്രകാരം അവിടുന്ന് ആ അയണിങ് കട ഇന്ന് തുറക്കണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും പിന്നെ അവിടെ ജോലിക്കാരും വന്ന് നിൽക്കേണ്ടതൊക്കെ തീരുമാനിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് കട പൂർണ്ണമായിട്ട് താഴെ വീഴുകയാണ്. പത്തനാപുരം പിറവന്തൂരിലും മരങ്ങൾ വീണ് വൈദ്യുത പോസ്റ്റുകൾ തകർന്നു. പ്രദേശത്തെ അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് അധികൃതർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും ചെവിക്കൊണ്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇത് കനാലിൻ്റെ അടുത്തുള്ള റോഡാണ്. ഇതിലൂടെ സ്കൂൾ കുട്ടികളെ എല്ലാവരും പോകുന്നതാണ്. ഇതുപോലെ ഇലക്ട്രിക് ലൈനുണ്ട്. ഇത് കൂടെ ഇങ്ങനെ ഈ വൻ മരങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വീണ് ലൈനെല്ലാം ഒടിഞ്ഞു പോകുന്നു. കറണ്ട് തടസ്സം, അതുപോലെ നമ്മുടെ വസ്തുക്കൾക്ക് നാശം. എന്നിട്ട് ഞാനിത് 2 പ്രാവശ്യം മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് അവർ അതിൻ്റെ പേരിലൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇവിടെ വന്നൊരു അന്വേഷണം നടത്തിയിട്ട് നമുക്ക് ഒരു പരസ്പര ഒരു സ്വയമേ കിളിർത്തതാണ്, ഇത് നമുക്ക് അപകടമല്ല എന്നും പറഞ്ഞൊക്കെ ഉള്ള ഒരു നിരുത്തരവാദം. മെനഞ്ഞാന്നൊരു മരം വീണ് അന്ന് ഇവിടെ തൊഴിലുറപ്പുകാർ നിൽക്കുക, അവര് തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇത് ഓരോ സംഭവങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതാണ്. താലൂക്ക് കാലത്തിലും അല്ല. പക്ഷെ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇതും അനുകൂലമായ തീരുമാനം ഉണ്ടായിട്ടില്ല. ഇത് DFOയുടെ 2 കത്തുകളാണ് നമുക്ക് റിപ്ലൈ തന്നിട്ടുള്ളത്. പുന്നല, വഴങ്ങോട, കടശ്ശേരി ഭാഗങ്ങളിലാണ് അപകടകരമായ രീതിയിൽ മരങ്ങളുള്ളത്. എത്രയും വേഗം അധികൃതർ ഇതിന് പരിഹാരം കാണണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, കൊല്ലം.